ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അറബി നാട്ടിൽ നിന്നും വന്ന മാലിക് ഇബ്നു ദിനാർ എന്ന ആളാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നത്തെ കേരളീയ വാസ്തുശില്പ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഇതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്നതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട്. ആദ്യത്തെ ജുമാ നമസ്കാരം നടന്നതും ഇവിടെയാണ്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്ന ഏക മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ചേരമാൻ ജുമാ മസ്ജിദിലെ മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്ന് പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് പള്ളിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുരാതനമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇത് അഴീക്കോട് മുനക്കൽ ബീച്ചാണ്. കൊടുങ്ങല്ലൂരിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ വന്ന് ഈ ബീച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, വളരെ വൃത്തിയുള്ളതും വിശാലവുമായ ഒരു ബീച്ചാണിത്. ഇങ്ങനെയുള്ള ബീച്ചുകളിലും ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളം എത്ര മനോഹരമാണ് എന്നുള്ളതാണ്. ഓരോ കടൽ തീരവും നമുക്ക് വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ബീച്ചാണിത്. നമുക്കതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു സൈഡിൽ നമുക്ക് കാറ്റാടി മരങ്ങളും കാണാം. ആ കാറ്റാടി മരങ്ങളും ഈ ബീച്ചിന് നൽകുന്ന ഒരു ഭംഗി അത് ഒന്ന് വേറെ തന്നെയാണ്. ഈ അഴീക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിനോട് ചേർന്ന് നിരവധിയായിട്ടുള്ള ചീനവലകളും അതുപോലെ തന്നെ പുലിമുട്ടുകളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ ബീച്ചിലെ മറ്റൊരു മനോഹരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന ഫിഷിംഗ് ബോട്ടുകളാണ്. മുസിരീസിലെ ദൃശ്യഭംഗി അവസാനിക്കുന്നില്ല. വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.